ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ, ശനിയാഴ്ച. അപ്പോൾ ഞങ്ങൾ പാക്കണേ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് യുദ്ധം കാരണം ഗ്യാസും കാര്യങ്ങളൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അപ്പോൾ അവിടെ കുറച്ചും കൂടി വിറകുണ്ട്. അപ്പോൾ അത് അവിടെ വെട്ടി തുണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കെട്ടി വെക്കുക. അപ്പോൾ അവിടെ എല്ലായിടത്തും പോയിട്ടൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, വാടക വീട്ടിലും ആരുമില്ല കേട്ടോ. അപ്പോൾ ചാർജ് കുത്താൻ വേണ്ടിയിട്ട് ചാർജറുമൊക്കെ എടുത്തിട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കുപ്പി വെള്ളം എടുത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിറകൊക്കെ എടുത്ത് വെച്ചിട്ട് തുള്ളി വെള്ളം കുടിക്കാൻ പറ്റിയിട്ടോ. അവരൊക്കെ അവരെ താത്തയും മക്കളൊക്കെ അവരെ വീട്ടുകൾക്കും തറവാട്ടുകൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം വിറക് കെട്ടിയൊക്കെ വെച്ചിട്ട് ചോറൊന്നും തിന്നാൻ അവിടെ ആരും ഇല്ലാത്ത കാരണം ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളെ ബെഡ് കേട്ടോ. ബെഡ് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡാണ്. അപ്പോൾ അത് എടുത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തിച്ചാരി ബെഡ് വെക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ ഉള്ളിലുണ്ടായിരുന്ന ചകിരിയും കാര്യങ്ങളൊക്കെ ഒരുങ്ങൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത് അങ്ങനെ കണ്ടിട്ടൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ ഇപ്പോൾ ഇതൊന്ന് നേരാക്കാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ കുത്തി പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയപ്പോൾ ചകിരി ആകെ ഒരുങ്ങൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അമർത്തി വെക്കാനേ പറ്റുന്നില്ല. അങ്ങൻ്റെ പൊങ്ങി കിടക്കുകയാണ്, അതുകൊണ്ട് അമരുന്നുമില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 പീസൊക്കെ വലിച്ചെടുത്തിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടോണ്ട് പിന്നെ നമുക്കങ്ങനെ ബെഡിൽ കിടന്നാലും പുറം പിടിക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലേ. 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം നിലത്തിട്ടിട്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ബെഡ് തന്നെ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഒരിക്കലും ആരും ബെഡ് ഇങ്ങനെ കുത്തിച്ചാരി വെക്കരുത് കേട്ടോ. അങ്ങനെ വെക്കുന്ന സമയത്ത് അങ്ങനെ ഒടിഞ്ഞാണ് ഇപ്പോൾ ബെഡ് ഞങ്ങൾക്ക് നാശമായത് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് തുന്നിയെടുക്കണം. പിന്നെ സ്പോഞ്ച് ഉള്ള ഭാഗം കുഴപ്പമില്ല, ചകിരിയുള്ള ഭാഗമാണ് പൊന്തി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പണിയൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ അതിന് നിർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ചെയ്യുമ്പോൾ ചകിരിയൊക്കെ വരുതിയിട്ട് കൈയൊക്കെ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പിന്നെ കുത്തിപ്പൊന്തി നിൽക്കുന്ന 2 പിന്നെ ചകിരിയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഇനി ഇത് നല്ലൊന്ന് തുന്നി കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ ക്ലോക്ക് ഇട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടായിരുന്നു. പൊട്ടി തരിപ്പണായിട്ടുണ്ടായിരുന്ന ക്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് ബാറ്ററി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നെയാണ് മൂപ്പര് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് വെക്കാമെന്നും പറഞ്ഞു. പക്ഷേ ക്ലോക്ക് പൊട്ടിയ കാര്യമൊന്നും മൂപ്പർക്ക് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ബാറ്ററിയൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പിന്നെ വാച്ച് ഓടുന്നുണ്ട് കേട്ടോ. തട്ടിക്കൂട്ടി വെച്ചതല്ലേ, അപ്പോൾ വാച്ചൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ അത് ക്ലോക്ക് നന്നാക്കിയിട്ട് ബാറ്ററി ഇട്ട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.